തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. സത്യത്തില് അതൊക്കെ നടന്നതാണോടി? അതോ വിവാഹ വാർഷികത്തിന്റെ അന്ന് നിനക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടി നീ കരുതിക്കൂട്ടി ചെയ്തതാണോ? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. എനിക്കാരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. മരണത്തിനെ മുഖാമുഖം കണ്ട ഞാനവിടെ ഇരുന്നത്. സൂര്യസാറ് വന്നെന്നെ രക്ഷിച്ചു. ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ അടുക്കളയിലേക്ക് പോണ്ട. ക്ഷീണുള്ളതല്ലേ, റെസ്റ്റ് എടുക്ക. ഇല്ല, കുഴപ്പമില്ല മാഡം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അവിടെ പണിയുണ്ട്. ഇപ്പൊ അടുക്കളയിലേക്ക് പോണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്? നീ ഇവിടെ ഇരിക്കടി. വേണ്ട മാഡം, നിന്നോട് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇവിടെ താഴെ. അല്ല ഇന്ദ്രജെ, ഇവക്ക് റെസ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇവളുടെ മുറിയിലേക്ക് കൂടെ. റെസ്റ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇരിക്കട്ടെ അവിടെ. സിറ്റ് ഡൗൺ പ്ലീസ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. കുട്ടി ഇരിക്കൂ. ഇരിക്ക. സിറ്റ് ഡൗൺ. പേടിപ്പിച്ച് വരുന്നു. എന്റെ ഈ കാലൊന്ന് പെഡിക്യൂർ ചെയ്യണം. പെഡിക്യൂർ എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? മുൻപ് നിന്റെ വീട്ടിൽ വന്നപ്പോ നീയും നിന്റെ അനിയത്തിയും കൂടി ഞങ്ങളുടെ കാല് ഉരച്ചു കഴുകി വൃത്തിയാക്കി തന്നില്ലേ? വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഐഡിയ എന്നേ എനിക്ക് മനസ്സിലായില്ല. കൊള്ളായി ഐഡിയ. എന്താടി, ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. പക്ഷെ സൂര്യസാർ വന്ന് കണ്ടാലെന്താ? കണ്ട സൂര്യസാർ പ്രശ്നം ഉണ്ടാക്കും. സൂര്യസാർ പോയി കഴിഞ്ഞ് ഞാൻ ചെയ്തെന്നാ മതിയോ? മാറ്റിവെക്കാൻ പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. നീ മലയ്ക്ക് പോയതിന്റെ തലേദിവസം നിന്റെ കാല് ഞാൻ കഴുകിയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു. വൃത്തിയാക്കടി ഇങ്ങോട്ട്. ഇന്ദ്രജെ, ഇതാണ് പ്രതികാരം. ഇതിനേക്കാൾ നല്ലൊരു പ്രതികാരം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണീ നോക്കിയിരിക്കുന്നേ? ഇതൊക്കെ എടുത്ത് കാലങ്ങോട്ടിട്ട് ഒരച്ച് വൃത്തിയാക്ക്. അങ്ങനെയെങ്കിലും ഇവളുടെ കാല് വൃത്തിയാവട്ടെ. അല്ലെങ്കിൽ കാല് നല്ല വൃത്തിയാ. കാല് വേദനിക്കരുത്. ആദ്യം ഒന്ന് ഉരച്ച് വൃത്തിയാക്ക്, എന്നിട്ട് നമുക്ക് ക്രീമിടാം. നന്ദിനി, സൂര്യ, താനെന്തേ കാണിക്കുന്നേ? ഇന്ദ്രജെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അത് ഇന്ദ്രജ മാഡത്തിന്റെ കാലൊന്ന് വൃത്തിയാക്കാൻ. ഓ,
അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ തന്നെ ചില തീരുമാനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? വീട്ടുവേലക്കാരിയല്ലേ? ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതുകൊണ്ട് എന്താ?